അതിന് കാരണക്കാരുടെ ഇടയ്ക്കാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടും ആലപ്പുഴക്കാരാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിൽ. പിന്നെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരിക്കാരനും കൂടെയാണ്, മാർട്ടിൻ പ്രക്കാടാണ് ഇതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ, ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ, ഇപ്പം മാർട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാൾ സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാകുക എന്നുള്ളത്, അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിലാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറെൻ്റായിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എത്രത്തോളം ഡിഫറെൻ്റായിട്ട് വരും എന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്, അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട്. കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല, അത് ഏതറ്റം വരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ, ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത, ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യത്തിൽ, അതിൽ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് എല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം. അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും CI ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഓഫീസർ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്ന് എല്ലാവരുടെയും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടാണ് ഈ എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവിയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും കേൾക്കുന്നത്. വളരെ സന്തോഷം ഉണ്ടാകാതിൽ. എന്താണ് ചോദ്യം ചോദിച്ചാൽ റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അതുകൊണ്ട് ഹാപ്പിയാണ്. അത് ചാക്കോച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അല്ല, ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ ഓർഡിനറിയിൽ ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാളിന് ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിൽ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു സിനിമ ചെയ്യണം. നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിംഗിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാർട്ടിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു വാശി, എന്നെക്കാളും കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് നേടിയെടുക്കാൻ വേണ്ടി, അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്തെ ക്ഷമയുള്ള ഒരാളാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത്
അവരിൽ നിന്നും എങ്ങനത്തെ രീതിയിലുള്ള ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിതൊരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജെൻസിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ, കുറച്ചുകൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ്. ഇപ്പം ജയിലിൽ നിന്നും പരോളിറങ്ങി വന്ന് അയൽവാസിയെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക, മകൻ അച്ഛനെ കൊല്ലുക, അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു പ്രീച്ചിങ് രീതിയിലല്ല, കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹരിശങ്കർ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, അയാളൊരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം കൂടി സിനിമയിലുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളെല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണലി ഡ്രിവൺ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന പല കാര്യങ്ങളിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.